എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിക്ക് സേമിയനും സാവോനരി ഒന്ന് വറുത്തെടുക്കുകയാണ്. സാവോനരി വേണമെങ്കിൽ കുക്കറിലൊന്ന് വേവിച്ചെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സേമിയൻ്റെ കൂടെ തന്നെ വറുക്കുകയാണ്. അപ്പോൾ കുറച്ച് സാവോനരി അത് ഇട്ടിട്ടുണ്ട്. അത്ര തന്നെ അതിനേക്കാളും കുറച്ചും കൂടി സേമിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇങ്ങനെ ഇടുമ്പോൾ എന്താ പറയുക, കുറഞ്ഞ തീര് വേണം. ഒരുപാടാകുമ്പോൾ കുറേശ്ശെ ഇട്ട് വറുത്താലും മതി, പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇത് ഞാൻ പാത്രം കുറച്ച് വലുതല്ലേ വെച്ചിട്ട് രണ്ടും കൂടെ ഒപ്പിട്ടതാണ്. അപ്പോൾ അങ്ങനെ പൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. കുറഞ്ഞ തീയിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ എന്താ ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ഇത് പാത്രത്തേക്ക് മാറ്റി കൊടുക്കുക. ആ പാത്രത്തിൽ തന്നെ ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് 5 പാക്കറ്റ് പാലോളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച സേമിയനും സാവനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലോണം ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് പായസത്തേക്ക് ചേർത്ത് കൊടുക്കും. നമ്മൾ സേമിയ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.